പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് +2 ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്ററായ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മെറ്റീരിയൽസ് ഡിവൈസസ് ആൻഡ് സിമ്പിൾ സർക്യൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്ന ഫോക്കസ് പോയിന്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ്, എന്താണ് അനലോഗ് സിഗ്നൽ, എന്താണ് ഡിജിറ്റൽ സിഗ്നൽ എന്നൊക്കെയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ആംപ്ലിഫയർ, ഓസിലേറ്റർ തുടങ്ങിയ ഡിവൈസസിൽ നിന്നും വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ടൈം വേരിയിങ് ആണ്. അതായത് സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള സിഗ്നൽസിനെ പറയുന്ന പേരാണ് അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം വേരിയിങ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നലുകളെ വിളിക്കുന്ന പേരാണ് അനലോഗ് സിഗ്നൽ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. എ കണ്ടിന്യൂസ് time varying voltage or current signal is known as analog signal. Analog signal എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടോ എന്ത് വാല്യൂ വേണമെങ്കിലും ആയിക്കോട്ടെ, ആ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള സിഗ്നലുകളെ വിളിക്കുന്ന പേരാണ് അനലോഗ് സിഗ്നൽ. അനലോഗ് സിഗ്നലിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് ഈ രീതിയിലായിരിക്കും. അതായത് സമയം കൂടുന്നതിനനുസരിച്ച്, സമയം പോകുന്നതിനനുസരിച്ച് എന്താണ്, അതിന് ഓരോ വാല്യൂസ് ആയിരിക്കും. ഇപ്പൊ 5 ആണെങ്കിൽ ഇപ്പൊ 2, അതുപോലെ 3, അങ്ങനെ സമയം പോകുന്നതിനനുസരിച്ച് ഓരോരോ വാല്യൂസ് കാണിച്ചുകൊണ്ടിരിക്കും അല്ലെ. ഓരോരോ വോൾട്ടേജിന്റെ വാല്യൂസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സിഗ്നലുകളെയാണ് അനലോഗ് സിഗ്നലുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിജിറ്റൽ സിഗ്നൽ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിലാകെപ്പാടെ 2 പേരെ കാണുള്ളൂ. ഒന്ന് 0യും ഒന്ന് 1ഉം. ആ 0യെ നമുക്ക് വേണമെങ്കിൽ ഓഫ് എന്ന് പറയാം, അതുപോലെ തന്നെ 1നെ നമുക്ക് ഓൺ കണ്ടീഷൻ എന്ന് പറയാം. 0 ഓഫ്, 1 എന്ന് പറഞ്ഞാൽ ഓൺ, അല്ലെങ്കിൽ 0യെ ഫാൾസ് എന്ന് പറയാം, 1നെ ട്രൂ എന്ന് പറയാം. അങ്ങനെയുള്ള 2 വാല്യൂസ് അല്ലെങ്കിൽ 2 ലെവൽസ് വെച്ചുകൊണ്ടുള്ള സിഗ്നലുകളെയാണ് എന്തെന്ന് പറയാ, ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയാം. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് കാണാം. അനലോഗ് സിഗ്നൽസിലാണെങ്കിൽ അതിൽ ഓരോ എക്സാക്ട് വാല്യൂസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. എന്നാൽ ഡിജിറ്റൽ സിഗ്നലിന്റെ കേസിൽ അവിടെ 2 വാല്യൂസേ ഉള്ളൂ. ഒന്ന് 0, ഒന്ന് 1. അല്ലെങ്കിൽ ഒരു മിനിമം വാല്യൂ, ഒരു മാക്സിമം വാല്യൂ. ഒരു മിനിമം വാല്യൂ, അതുപോലെ തന്നെ ഒരു മാക്സിമം വാല്യൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഡിജിറ്റൽ സിഗ്നൽ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഇപ്പൊ ആദ്യം ലെവൽ 1, അതായത് ഹൈ വാല്യൂ ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ എന്താണ്, ലോ വാല്യൂ, വീണ്ടും ഹൈ വാല്യൂ, ലോ വാല്യൂ. അതായത് 1 0 1 0 1 0. അതായത് 2 ലെവലുകൾ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിഗ്നലുകളെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സിഗ്നൽ. അവിടെ ആകെപ്പാടെ 2 പേരേ ഉള്ളൂ. ഒന്ന് 0യും മറ്റൊന്ന് 1ഉം. ഓക്കെ, അപ്പോൾ അനലോഗ് സിഗ്നൽ എന്താണ്, ഡിജിറ്റൽ സിഗ്നൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ലോജിക് ഗേറ്റ്സ്. എന്താണ് ലോജിക് ഗേറ്റുകൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെയും അതുപോലെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയും ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഡിജിറ്റൽ സർക്യൂട്ടുകളെയാണ് എന്തെന്ന് പറയാ, ലോജിക് ഗേറ്റുകൾ എന്ന് പറയാ. ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ സർക്യൂട്ട് വിച്ച് ഫോളോസ് എ ലോജിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ്. ഇൻപുട്ട് വോൾട്ടേജിനെയും ഔട്ട്പുട്ട് വോൾട്ടേജിനെയും ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഡിജിറ്റൽ സർക്യൂട്ടുകളെയാണ് എന്തെന്ന് പറയാ, ലോജിക് ഗേറ്റുകൾ എന്ന് പറയാം. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 5 ലോജിക് ഗേറ്റുകളെയാണ് ഇനി ഞാൻ എഴുതിയിട്ടുള്ളത്. ഒന്നാമത്തെ ലോജിക് ഗേറ്റ് നോട്ട് ഗേറ്റ്, രണ്ടാമത്തേത് ഓർ ഗേറ്റ്, മൂന്നാമത്തേത് ആൻഡ് ഗേറ്റ്, നാലാമത്തേത് നാൻഡ് ഗേറ്റ്, അഞ്ചാമത്തേത് നോർ ഗേറ്റ്. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഓർ ഗേറ്റ്. അപ്പൊ നിങ്ങൾ ഈ ലോജിക് ഗേറ്റുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഓരോ ഗേറ്റുകളുടെയും ലോജിക് ഗേറ്റുകളുടെയും സിമ്പൽ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവിടെ ഉള്ള ഒരു ട്രൂത്ത് ടേബിൾ, അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ടും ഔട്ട്പുട്ടും വെച്ചുകൊണ്ടുള്ള ഒരു ടേബിളിനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന് പറയാം. അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി തന്നെ പോവാം. അപ്പോൾ ഓരോ ലോജിക് ഗേറ്റുകളുടെ ഫിഗർ നിങ്ങൾ മനസ്സിലാക്കണം, അതുപോലെ തന്നെ അതിന്റെ ട്രൂത്ത് ടേബിൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഇതെന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ എന്താണ് ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഓർ ഗേറ്റിന്റെ ഒരു ഫിഗർ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ 2 എന്താണ് പോയിന്റുകളുണ്ട്, എ എന്നും ബി എന്നും.
ഈ രണ്ട് പോയിന്റുകൾ കൂടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ രണ്ട് പോയിന്റ് വഴിയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇവിടെ ഒരു പോയിന്റ് മാത്രമേ ഇവിടെ കാണുള്ളൂ, y എന്ന് പറയുന്ന പോയിന്റ്. ഈ y എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഔട്ട്പുട്ട് കിട്ടുന്നത്. നമ്മൾ ഓർ ഗേറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. ഓർ ഗേറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവിടെ ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. ട്രൂത്ത് ടേബിൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും അതുപോലെ തന്നെ നമുക്ക് ഓർ ഗേറ്റ് വഴി കിട്ടിയ ഔട്ട്പുട്ടും അത് രണ്ടിനെയും വെച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു ടേബിൾ ആണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോ ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സ്ക്രീനിൽ ട്രൂത്ത് ടേബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കിയാൽ അറിയാം രണ്ട് കോളങ്ങളുണ്ട്. ഒന്നിൽ ഇൻപുട്ടും നമ്മൾ കൊടുത്ത ഇൻപുട്ട് നോക്കിയേ, എ എന്നും ബി എന്നും ഈ രണ്ട് പോയിന്റുകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ടുകൾ, അതേസമയം ബി എന്ന പോയിന്റിൽ നമ്മൾ കൊടുത്തു ഇൻപുട്ടുകൾ, അതും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത കോളത്തിൽ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ടിന്റെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ഇക്വേഷൻ പോലെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പലരും വായിക്കുന്നത് y is equal to a plus b എന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല വായിക്കേണ്ടത്. y is equal to a or b എന്നാണ് വായിക്കേണ്ടത്. അപ്പൊ ഇവിടെ y is equal to a or b. ഈ a or b എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് a plus b എന്നായിരിക്കണം. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ a or b എന്നായിരിക്കണം. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന പേര് ബൂളിയൻ എക്സ്പ്രഷൻ എന്നാണ്. അപ്പൊ ഈ ബൂളിയൻ എക്സ്പ്രഷൻ മനസ്സിലാക്കി വെച്ചിരുന്ന നമുക്ക് ഓരോ ലോജിക് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും അതോടൊപ്പം അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ട്രൂത്ത് ടേബിൾ ഓരോ റോകളായിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. ആദ്യം നോക്കിയേ, എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും ഞാൻ 0 ആണ് കൊടുത്തത്. എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും 0 ആണ് കൊടുത്തത്. അപ്പോ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന നോക്കിയേ, y is equal to a or b. പക്ഷെ നമ്മുടെ മനസ്സിലെ a plus b. അപ്പോ a നെ b നെ കൂട്ടി എഴുതിയാൽ 0 plus 0 that is 0. അങ്ങനെ ഒന്നാമത്തെ കാര്യമായേ. രണ്ടാമത്തെ കാര്യം നോക്കിയേ, a യിൽ ഞാൻ 0 കൊടുത്തു. ഇവിടെ നോക്കിയേ, a യിൽ ഞാൻ 0 കൊടുത്തു, b യിൽ ഞാൻ 1 കൊടുത്തു, b യിൽ 1 കൊടുത്തു, a യിൽ 0 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? a or b, അതായത് a plus b എന്ന് നമ്മുടെ മനസ്സിൽ വരണം. അപ്പൊ 0 plus 1 അതായത് 1. ഓക്കെ, മൂന്നാമത്തെ കേസ് നോക്കിയേ, a യിൽ ഞാൻ 1 കൊടുത്തു, b യിൽ ഞാൻ 0 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയാ? നമ്മുടെ മനസ്സിലെ ബൂളിയൻ എക്സ്പ്രഷൻ വരണം. a or b, അതായത് മനസ്സിൽ വരേണ്ടത് a plus b, അതായത് 1 plus 0 that is 1. നാലാമത്തെ കേസ് നോക്കിയേ, രണ്ടിലും a യിലും b യിലും ഞാൻ 1 എന്ന് കൊടുത്തു. a യിലും b യിലും 1 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ചാടി കയറി 1 plus 1 is equal to 2 എന്ന് എഴുതാൻ നിൽക്കരുത്. കാരണം എന്താ? നമ്മുടെ ബൈനറി നമ്പേഴ്സിൽ ആകപ്പാടെ രണ്ട് പേരേ ഉള്ളൂ, 1ഉം 0യും, 0യും 1ഉം, ഓണും ഓഫും എന്ന് പറയും പോലെ രണ്ട് പേര് മാത്രമേ ഉള്ളൂ, 1ഉം 0യും. അതിൽ ഏതെങ്കിലും ഒരാൾ മാത്രമേ നമ്മുടെ ഔട്ട്പുട്ടിൽ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 1ഉം 1ഉം വരുന്ന സമയത്ത് അവിടെ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. 0 വരത്തില്ല, 0 എന്തായിരുന്നാലും വരത്തില്ല. അപ്പൊ 1ഉം 1ഉം വരുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും ഔട്ട്പുട്ട്? 1 ആയിരിക്കും. നമ്മൾ ഓരോ ലോജിക് ഗേറ്റിന്റെയും ബൂളിയൻ എക്സ്പ്രഷൻ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് ട്രൂത്ത് ടേബിൾ എഴുതാം. ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഫംഗ്ഷൻ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്താണ് ഫംഗ്ഷൻ എന്ന് ഏറെക്കുറെ മനസ്സിലായി കാണും. ഓർ ഗേറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഒരു ഹൈ വോൾട്ടേജ്, ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ലോ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ അവൻ എന്ത് മാത്രമേ എടുക്കുള്ളൂ? ഈ ഹൈ വോൾട്ടേജിനെ മാത്രമേ എടുത്ത് ഔട്ട്പുട്ട് ആയിട്ട് തരത്തുള്ളൂ. അതാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഹൈ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അവനെ മാത്രമേ നമ്മുടെ ഓർ ഗേറ്റ് കടത്തി വിടുള്ളൂ. ഇവിടെ 0യും 0യും രണ്ട് ലോ ആണ്. അങ്ങനെയാണെങ്കിൽ ലോ ആണ്, അവിടെ തർക്കമൊന്നുമില്ല. രണ്ടുപേരും ലോ ആണെങ്കിൽ ലോ ആയിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ, അത് നമുക്ക് ഈ ബൂളിയൻ എക്സ്പ്രഷൻ വഴിയും പറയാം, അല്ലാതെ ഒരു ലോജിക് ആയിട്ട് നമുക്ക് പറയാൻ ചെയ്യാം. ഓക്കെ, 0 1ഉം വന്നു, 0 1 വന്നു. എന്നിട്ട് നമ്മൾ നോക്കണം ഇത് ഏത് ഗേറ്റാ? ഓർ ഗേറ്റാ. ഓർ ഗേറ്റ് ആണെങ്കിൽ മാക്സിമം വാല്യൂ ആയിരിക്കും അവൻ കടത്തി വിടുന്നത്. അപ്പോ അവന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് എ യിലും ബി യിലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ആൻഡ് ഗേറ്റ്. ഇപ്പൊ നമ്മൾ ഓർ ഗേറ്റ് എന്താണെന്നൊക്കെ പഠിച്ചു വെച്ചിരുന്നു. അതായത് നമ്മൾ രണ്ട് ഇൻപുട്ട് കൊടുക്കുകയാണ്, ഒരു ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും കൊടുക്കുകയാണെങ്കിൽ ഓർ ഗേറ്റ് ആണെങ്കിൽ അവൻ കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈ വോൾട്ടേജ് ആയിരിക്കും. അവൻ എപ്പോഴും ഹൈ വോൾട്ടേജിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ലോ വന്നാലോ? രണ്ടുപേരും ലോ വന്നാൽ ലോ വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് തരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആൻഡ് ഗേറ്റ് എന്താണെന്ന് നോക്കാം. ആൻഡ് ഗേറ്റിന്റെ സിമ്പൽ, അതായത് നമ്മുടെ ലോജിക് ഗേറ്റിന്റെ സിമ്പൽസ് പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഓർ ഗേറ്റിന്റെ സിമ്പൽ കണ്ടതാണ്. ഓർ ഗേറ്റിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഒരു കർവ് പോലെ വന്നിട്ട് ഇത് ഇങ്ങനെ പോകുന്ന സിമ്പൽ ആണ് ഓർ ഗേറ്റിൻ്റെത്. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഗേറ്റിന്റെ സിമ്പൽ ആണ് ഇത്. ആൻഡ് ഗേറ്റിന്റെ സിമ്പൽ ആണ് ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നത്.
ആൻഡ് ഗേറ്റിന്റെ സിമ്പൽ വളരെയധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ആൻഡില് ഡി ഉണ്ട്. ഡി ഷേപ്പ് തന്നെയാണ് നമ്മുടെ ആൻഡ് ഗേറ്റിന്റെ സിമ്പൽ വരുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ സിമ്പൽ അത്ര കോംപ്ലിക്കേഷൻ ഇല്ല. ഇത് എന്തിന്റെ ഷേപ്പിലാ? ഡി ഷേപ്പിലാണ്. ഡി ഷേപ്പിലായതുകൊണ്ട് നമുക്ക് പറയാം ഇതെന്താണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൽ ഡി ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഡി ഷേപ്പിലാണ്. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ സിമ്പൽ ആണ് ഇതെന്ന് നമുക്ക് പറയാവുന്നതാണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വരച്ചുകൊണ്ട് ആൻഡ് ഗേറ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ അറിയാം രണ്ട് പോയിന്റുകളുണ്ട്, എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും. ഈ രണ്ട് പോയിന്റുകൾ വഴിയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. എ എന്ന് പറയുന്ന പോയിന്റ് വഴിയും നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റ് വഴിയും രണ്ട് ഇൻപുട്ട് കൊടുക്കും. അതിനനുസരിച്ച് നമ്മുടെ ആൻഡ് ഗേറ്റ് ഒരു ഔട്ട്പുട്ട് തരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ള എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും ഒരേ സമയം നമ്മൾ കൊടുത്ത ഇൻപുട്ടുകളും അതിന്റെ ഫലമായിട്ട് കിട്ടിയ ഔട്ട്പുട്ടുകളെയും ചേർത്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ടേബിളിനെയാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയാ. ആ ട്രൂത്ത് ടേബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഇവിടെ കാണാം. ഇവിടെ നമ്മൾ y = a ആൻഡ് b എന്നാണ് വായിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ ഓഫ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗേറ്റിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ ഇതാണ്. നമ്മൾ വായിക്കുമ്പോൾ y = a ആൻഡ് b എന്നാണ് വായിക്കേണ്ടതെങ്കിലും മനസ്സിൽ എങ്ങനെയാ y = എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് a into b. എയിൽ കൊടുത്ത ഇൻപുട്ട് ഇൻറ്റു ബിയിൽ കൊടുത്ത ഇൻപുട്ട്, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്നതാണ് ആൻഡ് ഗേറ്റിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ കാര്യം നോക്കിയേ, എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും 0 ഞാൻ കൊടുത്തു. അതിന്റെ ഫലമായിട്ട് എനിക്ക് ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത് 0 ആണ്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ നോക്കാം, ബൂളിയൻ എക്സ്പ്രഷൻ വഴിയും പറയാം. എ എന്ന് പറയുന്ന പോയിന്റിൽ 0, ബി എന്ന് പറയുന്ന പോയിന്റിൽ 0. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് y = a into b എന്നാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? a into b, 0 into 0, that is 0. രണ്ടാമത്തെ കേസ് ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിൽ 0യും എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ 0യും ബി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ 1ഉം കൊടുത്തു, ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ആൻഡ് ഗേറ്റ് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a into b, 0 into 1, that is 0 into 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ആൻഡ് ഗേറ്റ് എപ്പോഴും മിനിമം വാല്യൂവിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ മിനിമം വാല്യൂ ഇല്ലാത്ത കേസാണ് ലാസ്റ്റ് എഴുതിയിട്ടുള്ളത്. എയിലും ഞാൻ 1 കൊടുത്തു, ബിയിലും 1 കൊടുത്തത്. രണ്ടിലും ഹൈ വാല്യൂ ആയ 1 ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ തർക്കിക്കുകയൊന്നും വേണ്ട, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നതും 1 തന്നെ ആയിരിക്കും. അതായത് 1 into 1, that is 1. ബൂളിയൻ എക്സ്പ്രഷൻ വഴിയും പറയാം, നമുക്കൊരു ലോജിക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് പറയാവുന്നതാണ്. അപ്പൊ നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആൻഡ് ഗേറ്റിന്റെ ഫംഗ്ഷൻ ഏകദേശം ചെറിയ ചെറിയ രൂപത്തിൽ കിട്ടിക്കാണും. എന്താണ് ആൻഡ് ഗേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എയിൽ ഒരു ലോ വാല്യൂവും ബിയിൽ ഒരു ഹൈ വാല്യൂവും കൊടുത്താൽ ആൻഡ് ഗേറ്റ് എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് ലോ വാല്യൂവിനായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ ഈ എഴുതിയതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ, എയിലോ ബിയിലോ എവിടെയെങ്കിലും 0 വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് 0 ആണ്. അത് ഈ 3 കേസിൽ നമുക്ക് ആദ്യത്തെ 3 കേസിലും കാണാൻ കഴിയും. ഇതിൽ രണ്ടിലും 0, അതുകൊണ്ട് 0. ഇതിൽ നോക്കി എയിൽ 0, ബിയിൽ 1 ആണ്. അപ്പൊ ഇവിടെ 0 വന്നിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് കണ്ണു അടച്ച് എഴുതാം, ഔട്ട്പുട്ട് 0 ആയിരിക്കും തരുന്നത്. ഇത് ആരുടെ കേസാ? ആൻഡ് ഗേറ്റിന്റെ കേസാ. നമ്മൾ ഓർ ഗേറ്റ് ഒക്കെ നേരത്തെ പഠിച്ചു, അപ്പൊ അവിടെ വേറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഓരോന്നിനും ഓരോ കേസാണ്. ഓക്കെ, ഓരോരുത്തരുടെ ഫംഗ്ഷൻ വ്യത്യാസമാണ്. ഓർ ഗേറ്റ് ആയിരുന്നുവെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന്റെ ഹയർ വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് തരുന്നതെങ്കിൽ, ആൻഡ് ഗേറ്റിന്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ ലോ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ലോ വാല്യൂ ആയിരിക്കും അവൻ ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്. അപ്പൊ 0, 1ഉം വന്നിട്ടുണ്ടെങ്കിൽ അവൻ 0യെ മാത്രമേ കടത്തി. ഇനി 2ഉം 1 ആണ് വന്നെങ്കിൽ നമുക്ക് അവിടെ തർക്കിക്കേണ്ട, അവിടെ മിനിമം വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് 1 തന്നെ ആയിരിക്കും. 1ഉം 1ഉം വന്നാൽ അവിടെ 0 ഇല്ല. 0 ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് 1 തന്നെ ആയിരിക്കും. ഇതാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ള നോട്ട് ഗേറ്റ്. പേര് പോലെ തന്നെയാണ്, കൊടുക്കുന്ന ഇൻപുട്ടിനെ ഇൻവെർട്ട് ചെയ്ത് പറയുന്ന ആളാണ് നോട്ട് ഗേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ഗേറ്റിന്റെ ഒരു നിർവചനം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻവെർട്ടഡ് വെർഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അതായത് നമ്മളിപ്പോ 0 ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അവൻ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് തരും? 1 തരും. നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ അവ എന്ത് തരും? y കൂടെ 0 തരും. അപ്പൊ 1 കൊടുത്താൽ 0, 0 കൊടുത്താൽ 1. അങ്ങനെ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അവന്റെ കൗണ്ടർ ആയിട്ടുള്ള ഔട്ട്പുട്ട് തരിക. 0 എന്ന് കൊടുത്താൽ അവൻ 1 എന്നായിരിക്കും ഔട്ട്പുട്ട് തരിക. ഇനി നമ്മൾ 1 എന്ന് കൊടുത്താലോ ഇവ എന്തായിട്ട് തരും? 0 ആയിട്ട് തരും. അപ്പോ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്ന ആളാണ്
നോട്ട് ഗേറ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എന്താണ് നോട്ട് ഗേറ്റ് എന്നുള്ളത്. നോട്ട് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വലിയ പാടൊന്നുമില്ല, അത് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നേരത്തെയൊക്കെ 2 പോർട്ട് പഠിച്ചു, എ എന്നും ബി എന്നും പറയുന്ന 2 പോർട്ടുകൾ നമ്മൾ പഠിച്ചു. ആ 2 പോർട്ടുകൾ വഴിയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ നോട്ട് ഗേറ്റിന്റെ സ്ഥാനത്ത് നമ്മൾ ആകെപ്പാടെ ഒരു പോർട്ട് മാത്രമേ കാണാവൂ, എ എന്ന് പറയുന്ന ഒരു പോർട്ട് മാത്രമേ ഉള്ളൂ. അതുവഴിയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പോർട്ട് വഴിയാണ് ഔട്ട്പുട്ടും വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ 0 കൊടുക്കുകയാണ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. 0 എന്ന് കൊടുത്താൽ 1 എന്നും 1 എന്ന് കൊടുത്താൽ 0 എന്നും. ഇതാണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്ന നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ തിരിച്ചു പറയുക. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് എന്ത് ചെയ്യുക? തിരിച്ചു പറയുന്ന ആളാണ് എന്ത്? നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൗണ്ടർ ആയിട്ടുള്ള ഔട്ട്പുട്ട് തരുന്ന ലോജിക് ഗേറ്റുകളെയാണ് നോട്ട് ഗേറ്റുകൾ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെർട്ടഡ് വെർഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നോട്ട് ഗേറ്റുകളെ പൊതുവായിട്ട് എന്തെന്ന് വിളിക്കാം? ഇൻവെർട്ടറുകൾ എന്ന് നമുക്ക് വിളിക്കാം. നമ്മുടെ വീടുകളിലെ ഇൻവെർട്ടർ എന്താണെന്ന് നമുക്ക് അറിയായിരിക്കും അല്ലെ? കറണ്ട് ഇല്ലാത്ത സമയത്ത് മാത്രമേ ഇൻവെർട്ടർ ഓൺ ആവുള്ളൂ. കറണ്ട് ഉള്ള സമയത്ത് എന്ത് ചെയ്യും? ഇൻവെർട്ടർ ഓഫ് ആയിരിക്കും. അതുകൊണ്ടാണ് നോട്ട് ഗേറ്റിനെ എന്തെന്ന് പറയുന്നത്? ഒരു ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് പഠിക്കേണ്ടത് നാൻഡ് ഗേറ്റ്. എന്താണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്? ആ പേര് തന്നെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചാൽ നാൻഡ് ഗേറ്റ് എന്താണെന്ന് കിട്ടും. നാൻഡ് ഗേറ്റിന്റെയും നോട്ട് ഗേറ്റിന്റെയും കോമ്പിനേഷൻ ആണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോട്ട് ഗേറ്റ് നമ്മൾ എന്താണെന്ന് പഠിച്ചു, അതോടൊപ്പം ആൻഡ് ഗേറ്റ് എന്താണെന്ന് പഠിച്ചു. ഈ ആൻഡ് ഗേറ്റിന്റെയും നോട്ട് ഗേറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത്? നമ്മുടെ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആൻഡ് ഗേറ്റ്, ഇതാണ് നോട്ട് ഗേറ്റ്. ഇതിന് രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ചേർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നാൻഡ് ഗേറ്റ് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഫംഗ്ഷനും കൂടി ഏകദേശം ക്ലിയർ ആയി മനസ്സിലായി കാണും, അല്ലെങ്കിൽ ഏകദേശം കത്തി തുടങ്ങി കാണും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം, നമുക്ക് ആൻഡ് ഗേറ്റിന്റെ സ്ഥാനത്ത് അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. നമുക്ക് ഇവിടെ എയിലും ബിയിലും നമ്മൾ 2 ഇൻപുട്ട് കൊടുത്തു. ഇപ്പൊ നമ്മളിവിടെ 1ഉം 0ഉം കൊടുത്തു. അപ്പൊ ആൻഡ് ഗേറ്റിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് അവൻ തരുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും. അത് നേരെ പോകുന്നത് എങ്ങോട്ടാ? നമ്മുടെ നോട്ട് ഗേറ്റിലേക്കാ. അപ്പൊ ഇവിടെ കൊണ്ട് തീരുന്നില്ല, ആ 0 നേരെ പോകുന്നത് നമ്മുടെ നോട്ട് ഗേറ്റിലേക്ക്. നോട്ട് ഗേറ്റിൽ 0 ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്തായിട്ട് മാറും? ഔട്ട്പുട്ട് ആയിട്ട് 1 ആയിട്ട് മാറും. അപ്പൊ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് നമുക്ക് 1 ആയിരിക്കും. ക്ലിയർ ആണോ? അതാണ് നാൻഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോ എ എന്ന പോയിന്റിൽ 1 കൊടുത്തു, ബി എന്ന പോയിന്റിൽ 0 കൊടുത്തു. നമ്മൾ ആൻഡ് ഗേറ്റ് പഠിച്ചതനുസരിച്ച് നമ്മൾ പറയും ലോ വാല്യൂ ഉണ്ടെങ്കിൽ അവനായിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇപ്പോ എയിൽ 1, ബിയിൽ 0. അങ്ങനെയാണെങ്കിൽ ബിയിലുള്ള 0 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഈ ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന 0 അവിടെ നിന്ന് നേരെ പോകുന്ന നമ്മുടെ നോട്ട് ഗേറ്റിന്റെ ഇൻപുട്ടിലേക്കാ. അപ്പൊ ഈ 0 നേരെ നമ്മുടെ നോട്ട് ഗേറ്റിലേക്കാ പോകുന്നത്. 0 നേരെ നോട്ട് ഗേറ്റിലേക്ക് ചെന്നാൽ നോട്ട് ഗേറ്റ് അവനെ എന്തായിട്ട് മാറ്റും? 1 ആക്കി മാറ്റി നമുക്ക് ഔട്ട്പുട്ട് തരും. അപ്പൊ ഇവിടെ നിന്ന് 0ഉം 1ഉം കൊടുത്തു. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്, ഫൈനൽ ഔട്ട്പുട്ട് എന്തെന്ന് പറയാം? 1 എന്ന് പറയാം. 0ഉം 1 എന്ന് കൊടുത്താൽ നമുക്ക് ഫൈനൽ ആയിട്ട് നാൻഡ് ഗേറ്റ് വഴി എന്താ കിട്ടുന്നത്? 1 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഇതിനെ നമ്മളിപ്പോ കോമ്പിനേഷനെയാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയാം. നാൻഡ് ഗേറ്റിനെ നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന സിമ്പിൾ ആണിത്. അതായത് ആൻഡ് ഗേറ്റിന്റെ ഇത്രയും ഭാഗം ആൻഡ് ഗേറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ സർക്കിളിനെ നമ്മൾ ചേർത്തത് ഇവിടെ ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ. ഈ കാണുന്നതാണ് എന്ത്? നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയാം. അതിൽ ആൻഡ് ഗേറ്റും ഉണ്ട്, നോട്ട് ഗേറ്റും ഉണ്ട്. ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എങ്ങനെയാണ് ഞാൻ ആ ട്രൂത്ത് ടേബിൾ എഴുതിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എയിലും ബിയിലും 0 അപ്ലൈ ചെയ്തു. അത് നേരെ പോകുന്ന ആദ്യം ആൻഡ് ഗേറ്റ് വഴിയാ. ആൻഡ് ഗേറ്റ് പോയി അതിന് അവസാനം ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന 0 ആണ്. ആ 0 നേരെ പോകുന്നത് നമ്മുടെ നോട്ട് ഗേറ്റിലേക്ക്. ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ അതിന് മുമ്പ് വരെ 0 ആയിരുന്നു. അത് നേരെ നമ്മുടെ നോട്ട് ഗേറ്റ് പ്രവേശിക്കുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. 0 എന്തായിട്ട് മാറി? അതിന്റെ കൗണ്ടർ എടുത്ത് പറഞ്ഞു നോട്ട് ഗേറ്റ്. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള 1 എന്ന്. അത് മനസ്സിലായെങ്കിൽ അടുത്ത കേസ് നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ 0, ബി എന്ന് പറയുന്ന പോയിന്റിൽ 1. അത് നേരെ ആദ്യം നമ്മുടെ ആൻഡ് ഗേറ്റ് വഴിയാ പോകുന്നത്. ആൻഡ് ഗേറ്റിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് ഇവിടെ 0ഉം 1ഉം ആണ്. അപ്പോ ആൻഡ് ഗേറ്റിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് അവൻ തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ അപ്പോ 0 വന്ന് നിൽക്കുകയാണ്. ഈ 0 നേരെ നമ്മുടെ നോട്ട് ഗേറ്റിലേക്ക് പ്രവേശിക്കും. 0 നോട്ട് ഗേറ്റ് വഴി പോകും. അപ്പോൾ അതിന് ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആണ്. അതിനെ നോട്ട് ഗേറ്റ് എന്തായിട്ട് പറയും? 1 ആയിട്ട് പറയും. ഫൈനലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്ത കേസ് നോക്കാം. ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ 1 എന്നും ബി എന്ന് പറയുന്ന പോയിന്റിൽ 0 എന്നും അപ്ലൈ ചെയ്തു.
അത് നേരെ നമ്മുടെ ആൻഡ് ഗേറ്റ് വഴി ആദ്യം പോകും. അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആണ്. ആ 0 നേരെ പോകുന്നത് നമ്മുടെ നോട്ട് ഗേറ്റിലേക്കാണ്. ഇവിടെ ഒരു നോട്ട് ഗേറ്റ്, അതായത് ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുള്ള നോട്ട് ഗേറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന 0 നേരെ പോകുന്ന നമ്മുടെ നോട്ട് ഗേറ്റ് വഴിയാ. നോട്ട് ഗേറ്റിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് തരും? 0 നേരെ നോട്ട് ഗേറ്റ് വഴി പ്രവേശിച്ചാൽ അവൻ എന്തായിട്ട് ഡീകോഡ് ചെയ്ത് തരും? 1 എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് ആയിട്ട് തരും. അപ്പൊ ഫൈനലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്ത് നമ്മൾ പറയാം 1ഉം 1ഉം. ഇവിടെ രണ്ടിടത്തും 1 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഗേറ്റിൽ നമ്മൾ എന്തെന്ന് പറഞ്ഞു? കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ 1 നേരെ എങ്ങോട്ടാ പോകുന്നത്? നോട്ടിലേക്കാ പോകുന്നത്, നോട്ട് ഗേറ്റിലേക്കാ പോകുന്നത്. അപ്പൊ ആ 1 നേരെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഫൈനൽ ഔട്ട്പുട്ട് 0 ആയിട്ട് കിട്ടി. ഇതാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓർക്കുക, നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ് ഗേറ്റ് 3 ആൻഡ് ഗേറ്റ് ആണ് കേട്ടോ. ഈ ഡി വരെ വരച്ചിട്ടുള്ള 3 ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിന്റെയും നോട്ട് ഗേറ്റിന്റെയും കോമ്പിനേഷൻ ആണ് നാൻഡ് ഗേറ്റ്. അതായത് നമ്മുടെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് നേരെ നമ്മുടെ നോട്ട് ഗേറ്റ് വഴി പോകും. അതായത് നമ്മുടെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്താണോ അതിന്റെ കൗണ്ടർ എടുത്ത് നോട്ട് ഗേറ്റ് കൊടുക്കും. ഫൈനലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ ഇതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നാൻഡ് ഗേറ്റ്. രണ്ടാമത്തെ കേസിൽ വരുന്നത് നോർ ഗേറ്റ് ആണ്. നമ്മൾ ആദ്യം ഓർ ഗേറ്റ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ നോട്ട് ഗേറ്റ് എന്താണെന്ന് പഠിച്ചു. ഓർ ഗേറ്റിന്റെയും നോട്ട് ഗേറ്റിന്റെയും കോമ്പിനേഷൻ ആണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. അതായത് നോട്ട് ഗേറ്റിന്റെയും ഓർ ഗേറ്റിന്റെയും, ഇത് ഓർ ഗേറ്റ് ആണ്, ഇത് ഓർ ഗേറ്റ് ആണ്, ഇത് നോട്ട് ഗേറ്റ് ആണ്. ഈ നോട്ട് ഗേറ്റിന്റെ ഓർ ഗേറ്റിന്റെ കോമ്പിനേഷൻ ആണ് എന്ത്? നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇൻപുട്ട് കൊടുത്തു, ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇൻപുട്ട് കൊടുത്തു. ഇപ്പൊ ഇവിടെ 1ഉം 0 ആണെങ്കിൽ ഓർ ഗേറ്റ് എന്തായിരിക്കും? അതിലെ ഹയർ വാല്യൂ ആരാണ്? 1 ആണ്. അപ്പൊ അതിനെ എടുത്ത് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കും. ആ 1 നേരെ പോകുന്നത് പിന്നെ നോട്ട് ഗേറ്റിലേക്കാണ്. ഇവിടെയുള്ള നോട്ട് ഗേറ്റിലേക്കാണ് പോകുന്നത്. നോട്ട് ഗേറ്റിലേക്ക് 1 പോയാൽ അവൻ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് തരും? 0 എന്ന് തരും. 1 ഇവിടെ കൂടെ ഇൻപുട്ട് ആയിട്ട് പോയാൽ ഔട്ട്പുട്ട് ആയിട്ട് നോട്ട് ഗേറ്റ് എന്ത് പറയും? 0 എന്ന് പറയും. ഫൈനലായിട്ട് ഇവിടെ നമ്മൾ 1ഉം 0ഉം കൊടുത്താൽ ഫൈനലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ഇവിടെ നിന്ന് എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണ് നോർ ഗേറ്റ് വരുന്നത്. അപ്പോ നോർ ഗേറ്റിന്റെ സിമ്പൽ വരുന്നത് ഇങ്ങനെയാണ്. അതായത് 3 ഓർ ഗേറ്റ് ആണ്. അപ്പൊ അത് ആദ്യം വരച്ചിട്ട് അതിനുശേഷം നമ്മുടെ നോട്ട് ഗേറ്റിനെ സൂചിപ്പിക്കുന്നതിന് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനെ ഇവിടെ എടുത്ത് വരച്ച് വെക്കുക. അങ്ങനെയാണ് നമ്മുടെ നോർ ഗേറ്റിന്റെ സിമ്പൽ വരുന്നത്. അപ്പോ ഇത് 3 ഓർ ഗേറ്റ് ആണ്. അതിന്റെ കൂടെ നമ്മൾ നോട്ട് ഗേറ്റിലെ ആ സർക്കിളും കൂടെ ഇവിടെ വരച്ച് വെക്കുക. അപ്പോൾ നോർ ഗേറ്റിന്റെ സിമ്പൽ ആവും. ഓക്കെ, ഇനി നമുക്ക് നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാവും നോക്കാം. നമുക്കറിയാം ഓർ ഗേറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പൊ ഓർ ഗേറ്റിൽ എന്തൊക്കെയാണ് ഔട്ട്പുട്ട് വരുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് എടുത്തുള്ള ഔട്ട്പുട്ടുകളായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. നമുക്കിപ്പോ ഓർ ഗേറ്റിൽ ഇപ്പൊ നമ്മൾ 0ഉം 0ഉം കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 0 ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അത് നേരെ നമ്മുടെ നോട്ട് ഗേറ്റിലേക്ക് പോകുന്നത് വഴി നമ്മുടെ ആ 0 മാറി 1 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്താണോ നമുക്ക് നേരത്തെ ഓർ ഗേറ്റിൽ കിട്ടിയത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകളായിരിക്കും ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ആദ്യം 0 കൊടുത്തു, ബി എന്ന് പറയുന്ന പോയിന്റിലും 0 കൊടുത്തു. അതിന്റെ ഫലമായിട്ട് ഓർ ഗേറ്റ് വഴി നമുക്ക് 0 ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതുവരെ 0 ആണ്. ആ 0 നേരെ പോകുന്ന അവിടെ നോട്ട് ഗേറ്റിലേക്കാണ്. നോട്ട് ഗേറ്റിൽ പ്രവേശിക്കുന്ന വഴി 0 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഫൈനലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. 0 എയിൽ ഞാൻ 0 അപ്ലൈ ചെയ്തു. എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ 0 ഇൻപുട്ട് കൊടുത്തു, ബി എന്ന് പറയുന്ന പോയിന്റിൽ 1 ആണ് ഇൻപുട്ട് കൊടുത്തത്. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഓർ ഗേറ്റിന്റെ കേസിൽ നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ഓർ ഗേറ്റിന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? 1 ആണ്. ആ 1 നേരെ പോകുന്നത് നോട്ട് ഗേറ്റിലേക്ക്. ഇവിടെ കിട്ടുന്ന 1 നേരെ പോകുന്നത് നമ്മുടെ നോട്ട് ഗേറ്റിലേക്ക്. 1 നേരെ നോട്ട് ഗേറ്റ് വഴി പോകുന്ന വഴി 1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ ഫൈനൽ കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. നെക്സ്റ്റ് നോക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ 1 ആണ് ഇൻപുട്ട് ചെയ്തത്, അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ 0 ആണ് ഇൻപുട്ട് ചെയ്തതെങ്കിൽ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും? നമുക്ക് 1 ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ആ 1 നേരെ നമ്മുടെ നോട്ട് ഗേറ്റ്, ഇവിടെ സർക്കിൾ വരച്ചിട്ടുള്ള എന്താണ്? നോട്ട് ഗേറ്റ് ആണ്. അപ്പോ 1 നേരെ നോട്ട് ഗേറ്റ് വഴി പോവുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. 1 നോട്ട് ഗേറ്റ് വഴി പോകുമ്പോൾ 1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും. നെക്സ്റ്റ് എയിലും ബിയിലും ഞാൻ 1 ആണ് കൊടുക്കുന്നത്. എയിലും ബിയിലും 1 കൊടുത്താൽ പിന്നെ തർക്കം വേണ്ട. നമുക്ക് ഓർ ഗേറ്റ് വഴി കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ആ 1 നേരെ നമ്മുടെ നോട്ട് ഗേറ്റിൽ പോകുന്ന വഴി ആ 1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അങ്ങനെയാണ് ഇവിടെ 0 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണോ ഓർ ഗേറ്റ് വഴി ഔട്ട്പുട്ട് കിട്ടിയത് അതിന്റെ കൗണ്ടർ എടുത്ത് പറയാം. കൗണ്ടർ എടുത്ത് പറയാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ പറഞ്ഞേ? ഇവിടെ നോട്ട് ഗേറ്റും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്താണോ കിട്ടുന്നത് അതിന്റെ കൗണ്ടർ എടുത്ത് പറയാം. 0 എന്നാണെങ്കിൽ നമുക്ക് 1 എന്ന് പറയണം, 1 എന്നാണെങ്കിൽ നമ്മൾ 0 എന്ന് പറയണം. അതാണ് നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക.
ഓർ ഗേറ്റ് പഠിച്ചു, ആൻഡ് ഗേറ്റ് പഠിച്ചു, മൂന്നാമത് നോട്ട് ഗേറ്റ് പഠിച്ചു. പിന്നെ ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും കൂടെ ചേർന്നാൽ നാൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റും ഓർ ഗേറ്റും കൂടെ ചേർന്നാൽ നോർ ഗേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.